ന്യൂസ് റൂം ലൈവ് വിശദമായി മാധ്യമപ്രവർത്തകൻ കെ.എം. ബഷീറിനെ വാഹനമിടിച്ചു എന്ന കേസിൽ നരഹത്യാ കുറ്റം ഒഴിവാക്കിയ സെഷൻസ് കോടതി നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയും. നരഹത്യാ കുറ്റം ഒഴിവാക്കിയ സെഷൻസ് കോടതി ഉത്തരവ് റദ്ദാക്കുക, നരഹത്യാ കുറ്റം ചുമത്തിയുള്ള കുറ്റവിചാരണയ്ക്ക് ഉത്തരവിടുക എന്നിവയാണ് സർക്കാർ അപ്പീലിലെ ആവശ്യം. എം.എസ്. അനീഷ് കുമാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, എപ്പോഴാണ് ഈ കേസ് പരിഗണിക്കുക കോടതി? ഉച്ചയ്ക്ക് മുമ്പ് കേസ് പരിഗണിക്കും എന്നാണ് നമുക്ക് വിവരം നൽകാൻ കഴിയുന്നത്. അങ്ങേയറ്റം ഈ കെ.എം. ബഷീറിൻ്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ ഞെട്ടിക്കുന്ന ഒരു വിധിയായിരുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്നും എത്തിയത്. നേരത്തെ വിവിധ വകുപ്പുകൾ ഈ മനഃപൂർവ്വമായ നരഹത്യ അടക്കമുള്ള കൊലക്കുറ്റം അടക്കമുള്ള കുറ്റങ്ങൾ ശ്രീരാം വെങ്കിട്ടരാമനെതിരെ ചുമത്തിയെങ്കിലും ഈ ശ്രീരാം മദ്യപിച്ച് വാഹനം ഓടിച്ച് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അടക്കമുള്ള ഈ അപകടങ്ങൾ സാധാരണ രീതിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന വകുപ്പുകൾ മാത്രം ഉൾപ്പെടുത്തി ഈ വിചാരണ നടപടികൾ മുന്നോട്ട് പോകാൻ കോടതി ഉത്തരവിട്ടത്. അതുകൊണ്ട് തന്നെ സെഷൻസ് കോടതിയുടെ പരിധിയിൽ നിന്നും കേസ് പോവുകയും മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ആ കേസിൻ്റെ വിചാരണ മാറ്റാൻ കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. മനഃപൂർവ്വമുള്ള നരഹത്യക്കുള്ള വകുപ്പായ 304(2) എന്നത് ഈ കേസിൻ്റെ കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം അലക്ഷ്യമായി വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കി എന്ന 304(a) വകുപ്പാണ് കേസിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത് അത് സാധാരണ രീതിയിൽ ഒരു റോഡ് അപകടം ഉണ്ടാകുമ്പോൾ മനഃപൂർവ്വമല്ലാത്ത രീതിയിലൊരു അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഉൾപ്പെടുത്തുന്ന വകുപ്പാണ്. ഒപ്പം അലക്ഷ്യമായി വാഹനം ഓടിച്ചു എന്ന് കാണിക്കുന്ന 279 MACT 184 എന്നീ വകുപ്പുകൾ കൂടിയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനും ഈ വകുപ്പുകളെല്ലാം ചേർത്താലും വളരെ പരിമിതമായ രീതിയിലുള്ള ശിക്ഷ മാത്രം ലഭിക്കുന്ന വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയത്. ഒപ്പം ഈ ശ്രീരാം വെങ്കിട്ടരാമനൊപ്പം ഉണ്ടായിരുന്ന ഒരു കൂട്ടുപ്രതിയായ വഫ ഫിറോസ് എന്ന യുവതിയുണ്ട്. അവർക്കെതിരെ ഈ 188 എന്ന സെക്ഷൻ വരുന്ന പ്രേരണാ കുറ്റം മാത്രമാണ് ചുമത്തുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും നിർണായകമായി മാറിയത് ശ്രീരാം വെങ്കിട്ടരാമൻ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് തെളിയിക്കുന്നതിനുള്ള തെളിവുകൾ നൽകാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നതാണ്. കാരണം ഈ അപകടം നടന്ന് 10 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് ആ ശ്രീരാം വെങ്കിട്ടരാമൻ്റെ രക്തസാമ്പിൾ ഈ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പരിശോധനയ്ക്ക് ശേഖരിച്ചത്. അതുകൊണ്ട് തന്നെ ആ മദ്യപിച്ചോ എന്ന് തെളിയിക്കാൻ പോലീസിന് കഴിയുകയും ചെയ്തില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ കൊലക്കുറ്റം എന്ന വകുപ്പ് ഇതിൽ നിന്നും ഒഴിവാക്കുകയും വളരെ പരിമിതമായ ശിക്ഷ മാത്രം ലഭിക്കുന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസ് വിചാരണ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തത്. എന്തായാലും സർക്കാർ ബഷീറിൻ്റെ കുടുംബത്തിൻ്റെയും ഒപ്പം മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ സെഷൻസ് കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നും ഇറങ്ങുകയും ചെയ്തു. എന്തായാലും 2 കാര്യങ്ങളാണ് ഇതിൽ പ്രോസിക്യൂഷൻ പറയുന്നത്. ഒന്ന്, ഈ സെഷൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കുക, മറ്റൊന്ന് കൊലക്കുറ്റമടക്കമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി വിചാരണ നടപടികളിലേക്ക് നീങ്ങുക എന്നതാണ്. എന്തായാലും ഏറ്റവും നിർണായകമായ വിധി ഉച്ചയ്ക്ക് മുമ്പായി എത്തുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എൽദോ. എം.എസ്. അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. സെഷൻസ് കോടതി ഉത്തരവിനെതിരായ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. കൊച്ചിയിൽ നിന്നും എം.എസ്. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഈ ന്യൂസ് റൂം ലൈവിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ വലിയ വാർത്ത ഇപ്പോൾ പുറത്തുവിടുകയാണ്. താമരശ്ശേരിയിൽ നിന്ന് അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയ പ്രവാസിയായ ഷാഫിയുടെ വീഡിയോ സന്ദേശം ന്യൂസ് 18. തന്നെ തട്ടിക്കൊണ്ടുപോയത് മോഷ്ടിച്ച സ്വർണം തിരികെ കിട്ടാൻ വേണ്ടിയാണെന്ന് ഷാഫി ഈ വീഡിയോയിൽ പറയുന്നു. സൗദി രാജകുടുംബത്തിന്റെ 325 കിലോ സ്വർണം മോഷ്ടിച്ചു കടത്തിയത് താനും സഹോദരനും ചേർന്നാണെന്ന് ഷാഫി വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നു. മോഷ്ടിച്ച സ്വർണത്തിന് ഏകദേശം 80 കോടിയോളം രൂപ വിലമതിക്കും. മോഷ്ടിച്ച സ്വർണത്തിന്റെ വിഹിതം വേണമെന്നാണ് ഈ തട്ടിക്കൊണ്ടുപോയ സംഘം ആവശ്യപ്പെടുന്നതെന്നും ഷാഫി ഒരു അജ്ഞാത സ്ഥലത്ത് നിന്നും അയച്ച വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ആ വീഡിയോ ന്യൂസ് 18 പുറത്തുവിടുന്നു. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. സൗദി രാജകുടുംബത്തിന്റെ 325 കിലോ ഗോൾഡ് അവിടുന്ന് കൊണ്ടുവന്നതിന്റെ പേരിലാണ് ഞാനും ബ്രദറും അവിടുന്ന് കൊണ്ടുവന്നതിന്റെ പേരിലാണ് എന്നെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഏകദേശം 80 കോടി രൂപയുടെ ടോട്ടൽ 80 കോടി രൂപയോളം ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളും എല്ലാം കൂടെ ഇവരെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ കേസും കൂട്ടവും പോലീസും പ്രശ്നങ്ങളും കാര്യങ്ങളും ആവും. പിന്നെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരു വഴിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ റിലീസാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം.
പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനം അതല്ലെങ്കിൽ ജാഥ നടത്തിയിട്ട് ഇതിൽ കാര്യമില്ല. ഇത് നമ്മൾ ചെയ്ത സംഗതിക്ക് ഇവര് പൈസ ഇവർക്ക് കൊടുത്താൽ മാത്രമേ ഇവർ കാര്യം സെറ്റാവുള്ളൂ. അതിൻ്റെ പേരിലാണ് ഇവിടെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ, വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യം. താമരശ്ശേരിയിൽ നിന്നും അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയ ആ ഷാഫി എവിടെ എന്നുള്ളതിന് ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാകുന്നു. ഒരു അജ്ഞാത സ്ഥലത്ത് അയാൾ ഉണ്ട് എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷാഫി ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ടോം കുര്യാക്കോസ് ആണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുന്നത്. ടോം, ഞെട്ടിക്കുന്ന ഒരു ദൃശ്യമാണ്, ഞെട്ടിക്കുന്ന വാർത്തയാണ്. പ്രത്യേകിച്ചും എല്ലാവരും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ഷാഫി എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ. ഷാഫി പറയുന്ന ചില കാര്യങ്ങൾ, 325 കിലോ സ്വർണം കടത്തി എന്നുള്ളത്, ഇത് ചില സൂചനകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലുകളെല്ലാം. ആ മോഷണം നടത്തിയ ശേഷമാണ് ഇയാൾ നാട്ടിലേക്ക് എത്തിയത്. ഒരു സ്വർണ്ണക്കടത്ത് ബന്ധം ഇതിന് പിന്നിലുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണോ ഷാഫിയുടെ വീഡിയോ? എൽദോ, കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും പ്രവാസിയായ ഷാഫി എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരാഴ്ചയാകാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ന്യൂസ് 18 ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. കാരണം ഈ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ഈ 6 ദിവസമായിട്ടും യാതൊരു സൂചനയുമില്ല. ഷാഫി എവിടെയെന്ന വിവരമില്ല. ഷാഫിയെ പോയത് ആരാണ് എന്ന് സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇതുവരെയും ലഭിച്ചിരുന്നില്ല. അന്വേഷണ സംഘത്തിന് പോലും ലഭിച്ചിരുന്നില്ല. പക്ഷേ അതിന്റെ സൂചനകളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കൃത്യമായ വിവരങ്ങൾ, അതായത് ഷാഫി തട്ടിക്കൊണ്ടുപോയ ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ ഒരു അജ്ഞാത കേന്ദ്രത്തിലുണ്ട് എന്ന വിവരം, അവിടെ നിന്ന് അജ്ഞാത കേന്ദ്രത്തിൽ നിന്നുള്ള ഷാഫിയുടെ വീഡിയോ സന്ദേശമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. ആ വീഡിയോ സന്ദേശത്തിൽ ഷാഫി കൃത്യമായി പറയുന്നുണ്ട്, സൗദി രാജകുടുംബത്തിന്റെ 325 കിലോ സ്വർണം താനും തന്റെ സഹോദരനും ഉൾപ്പെടുന്ന സംഘം അവിടെ നിന്നും കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നു. ഇത് വിട്ടുകിട്ടാൻ, ഇതിന്റെ വിഹിതം കിട്ടുന്നതിന് വേണ്ടിയാണ് തന്നെ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയത്. അതായത് കൊട്ടേഷൻ സംഘമാണ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത് എന്ന വ്യക്തമായ വിവരമാണിത്. അതായത് ഈ കൊട്ടേഷൻ സംഘം, ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ സംഘം തന്നെയാണ് നമുക്ക് ഈ വീഡിയോ സന്ദേശം അയച്ചു തന്നത്. അജ്ഞാത കേന്ദ്രത്തിൽ അവരുടെ സങ്കേതത്തിലാണ് ഷാഫി ഇപ്പോൾ ഉള്ളത്. അതായത് പല ആശങ്കകൾ ഉണ്ടായിരുന്നു. ഷാഫി ഇപ്പോൾ എവിടെയെന്ന് സംബന്ധിച്ച് കുടുംബം ഉൾപ്പെടെ വലിയ ആശങ്കയിലായിരുന്നു. ഷാഫിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ആക്ഷൻ കമ്മിറ്റി തന്നെ ആ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരുന്നു. അവരുടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇതുവരെ അന്വേഷണത്തിന്റെ പുരോഗതി, അത് മന്ദഗതിയിലാണ് അന്വേഷണം എന്ന് ആരോപിച്ചുകൊണ്ട് ആക്ഷൻ കൗൺസിൽ വലിയൊരു പ്രതിഷേധം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ അജ്ഞാത കേന്ദ്രത്തിൽ നിന്നും ഷാഫിയുടെ വീഡിയോ സന്ദേശം ഇപ്പോൾ ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ സൗദി രാജകുടുംബത്തിന്റെ നിന്ന് പറയുന്ന 325 കിലോ, ഏകദേശം 80 കോടി രൂപ വിലമതിക്കുന്ന, ഷാഫി തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്, 80 കോടി രൂപ വിലമതിക്കുന്ന സ്വർണമാണ് താനും സഹോദരനും ഉൾപ്പെടുന്ന സംഘം തട്ടിക്കൊണ്ടുവന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതാനും ആളുകളെ സൗദി പോലീസ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഈ സൗദി പോലീസ് നടത്തുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട സൗദി രാജകുടുംബത്തിന്റെ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഈ സ്വർണം കവർച്ചയുമായി ബന്ധപ്പെട്ടാണ് താമരശ്ശേരിയിലെ പ്രവാസിയായിട്ടുള്ള ഷാഫി എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് എന്നെ സംബന്ധിച്ചുള്ള സൂചനകൾ നേരത്തെ നമ്മൾ പുറത്തുവിട്ടതാണ്. പക്ഷേ ആരാണ് തട്ടിക്കൊണ്ടുപോയത് എന്നെ സംബന്ധിച്ചുള്ള ഇപ്പോഴും സൂചനകളില്ല. എന്തായാലും കൊട്ടേഷൻ സംഘമാണ് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ വീഡിയോ സന്ദേശത്തിൽ ഷാഫി തന്നെ പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങൾ മാർച്ച് നടത്തിയിട്ട് കാര്യമില്ല, കാരണം താൻ ഈ സ്വർണത്തിന്റെ വിഹിതം ഇവർക്ക് കൊടുത്താൽ മാത്രമേ തന്നെ മോചിപ്പിക്കൂ എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഷാഫി ജീവിച്ചിരിപ്പുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. കാരണം നേരത്തെ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് നിരവധി തട്ടിക്കൊണ്ടുപോകൽ കേസുകൾ കേരളത്തിൽ, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷമാണ് കാസർഗോഡ് സിദ്ദിഖ് എന്ന യുവാവിനെ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. അത്തരം പല ആശങ്കകളും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഷാഫി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ കൊട്ടേഷൻ സംഘത്തിന്റെ ഒളി സങ്കേതത്തിലാണ് ഷാഫി ഉള്ളത്, അജ്ഞാത കേന്ദ്രത്തിലാണ് ഷാഫി ഉള്ളത്. എന്തായാലും ഷാഫി എവിടെയെന്ന് സംബന്ധിച്ചുള്ള യാതൊരു വിവരവും ഈ സംഘം വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ ഷാഫി തങ്ങളുടെ കൈവശമുണ്ട്, തങ്ങളുടെ പക്കലുണ്ട്. അതിന്റെ കൃത്യമായ വിവരങ്ങളാണ് അവർ ന്യൂസ് 18 നൽകിയിരിക്കുന്നത്. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസിന് 2 മാനങ്ങളുണ്ട്. ഒന്ന് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ കേസ്, മറ്റൊന്ന്
ഈ സ്വർണം കവർച്ച കേസ്. അതായത് സൗദി രാജകുടുംബത്തിന്റെ 325 കിലോ സ്വർണം തട്ടിയെടുത്തത് ഷാഫിയും സഹോദരനും ഉൾപ്പെടുന്ന സംഘമാണെന്ന് ഷാഫി വെളിപ്പെടുത്തുകയും കൂടിയാണ് ന്യൂസ് 18നോട്. ടോം, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ഒരു കേസാണ്. ഒരു അജ്ഞാത സംഘം വീട്ടിൽ നിന്ന് ഈ ഷാഫിയെ തട്ടിക്കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകളുടെ റിയാക്ഷൻ വരുന്നു. കാറിൽ തട്ടിക്കൊണ്ടുപോയത് എങ്ങോട്ടാണെന്ന് ഒരു വ്യക്തതയുമില്ല, അപ്രത്യക്ഷമാവുന്ന സംഭവം. ഇതിനിടയിൽ നമ്മൾ ന്യൂസ് 18 സ്റ്റുഡിയോയിൽ നിന്ന് നമ്മൾ ഡിവൈഎസ്പി താമരശ്ശേരി ഡിവൈഎസ്പി ടി കെ അഷ്റഫിനെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം ഈ ദൃശ്യം കണ്ടിട്ടില്ല. ദൃശ്യം കണ്ടതിന് ശേഷം പ്രതികരിക്കാം, ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് നൽകിയത്. എന്താണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ ഈ ദൃശ്യങ്ങൾ കാണട്ടെ ഉറപ്പായിട്ടും. ടോമിലേക്ക് വീണ്ടും. ടോം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. ഇത് കേവലം ഒരു ഹവാല ഇടപാടോ അല്ലെങ്കിൽ കേവലം ഒരു സ്വർണ്ണക്കടത്ത് കേസോ അല്ല. സൗദി രാജകുടുംബത്തിൽ നിന്ന് 325 കിലോ സ്വർണം കടത്തി എന്ന് ഷാഫി ഒരു വീഡിയോയിലൂടെ അറിയിക്കുകയാണ്. ഇത് ഒരു പോലീസിന്റെയോ സംസ്ഥാനത്തിന്റെയോ നിയന്ത്രണത്തിലുള്ള അന്വേഷണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ? അങ്ങനെയെങ്കിൽ ഈ പറയുന്നത് ശരിയെങ്കിൽ ഈ കേസ് എന്തോ തീർച്ചയായും. കാരണം ആദ്യം ഷാഫിയെയും ഷാഫിയുടെ ഭാര്യയെയും ഒന്നിച്ചാണ് വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് ഷാഫിയുടെ ഭാര്യയെ ഒരിടത്ത് ഉപേക്ഷിക്കുന്നു. ഷാഫിയുമായി അജ്ഞാത സംഘം കടന്നു കളയുന്നു. പക്ഷേ അതിനുശേഷം ഈ കുടുംബം നൽകിയ കുടുംബത്തിന്റെ പ്രതികരണത്തിൽ നിന്നും ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ഷാഫിയെ അജ്ഞാത സംഘം, കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയതെന്ന് സംബന്ധിച്ചുള്ള പ്രതികരണമായിരുന്നു കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് വന്നത്. പക്ഷേ അതിനുശേഷം ഈ കൊടുവള്ളി സ്വദേശിയായിട്ടുള്ള സാലി ഇന്നലെ സാലിക്കെതിരെയായിരുന്നു ഈ കുടുംബം ആരോപണം ഉന്നയിച്ചത്. സാലിയുമായി ബന്ധപ്പെട്ട ചില പണം ഇടപാടാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന്റെ കേസിന് പിന്നിൽ. സാലിക്ക് കൊടുവള്ളി സ്വദേശിയായ സാലിക്ക് ഇതിന് ബന്ധമുണ്ട്. സാലി ഇതിനു മുൻപ് ഷാഫിയുടെ വീട്ടിലെത്തി ഷാഫിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന സംബന്ധിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ, ചില ആരോപണങ്ങൾ ഈ കുടുംബം ഉന്നയിച്ചിരുന്നു. എന്നാൽ സാലി തന്നെ ഇന്നലെ ന്യൂസ് 18നോട് പറഞ്ഞ കാര്യം, തനിക്ക് ഈ കേസിൽ യാതൊരു പങ്കുമില്ല. തന്റെ പക്കൽ നിന്നും 1 കോടിയിലധികം രൂപ ഷാഫി ഈ സാലിയിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയത് എന്നാണ് സാലി തുറന്നു പറഞ്ഞത്. പക്ഷേ സാലിക്ക് ഈ കേസിൽ ബന്ധമില്ല എന്ന ചില സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ എന്തായാലും ആരാണ് തട്ടിക്കൊണ്ടുപോയത്? അതായത് ഈ ഷാഫിയും ഷാഫിയുടെ സഹോദരനും മറ്റു ചില സംഘങ്ങളും ചേർന്നാണ് ഈ സൗദിയിൽ നിന്നും മുൻ എസ് പി ജോർജ് ജോസഫ് ഈ സമയം ടെലിഫോണിൽ ചേരുന്നു. ശ്രീ ജോർജ് ജോസഫ്, വളരെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു കേസിലെ നിർണായകമായിട്ടുള്ള വിവരം ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിടുകയാണ്. ഈ ഷാഫി ആ അജ്ഞാത കേന്ദ്രത്തിലിരുന്ന് ഒരുപക്ഷെ അജ്ഞാത സംഘത്തിന്റെ മുൾമുനയിൽ നിന്നുകൊണ്ട് അയച്ച ഒരു വീഡിയോ സന്ദേശമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടത്. താങ്കൾ അത് കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് 325 കിലോ സ്വർണം സൗദിയിൽ നിന്നും കടത്തിയെന്നാണ് ഷാഫി പറയുന്നത്. ഇതിൽ ഒരു വിഹിതം ലഭിച്ചാൽ മാത്രമേ കൊട്ടേഷൻ സംഘം തന്നെ വിട്ടു നൽകൂ എന്നൊക്കെ ഷാഫി പറയുന്നു. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത. ഇത് എത്രത്തോളം വിശ്വസനീയമായി കരുതണം ഈ വീഡിയോ, പ്രത്യേകിച്ചും ഒരു അജ്ഞാത കേന്ദ്രത്തിൽ ആ കൊട്ടേഷൻ സംഘത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ? അത് തീർച്ചയായിട്ടും ആ തട്ടിക്കൊണ്ടുപോയവർക്ക് അനുകൂലമായ രീതിയിൽ എന്താണ് അതിന്റെ കാരണം, പിടിച്ചോണ്ടുപോകാനുള്ള കാരണം ഇതാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു മനുഷ്യനെ തട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് നിയമമില്ലേ? എത്ര ദിവസമായി? 5-6 ദിവസമായില്ലേ? അയാൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം. കാരണം എവിടെയാണെന്ന് ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് വലിയ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ചയാണ്. 5 ദിവസമായിട്ട് അയാൾക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. സൗദിയിലെ കണക്കൊക്കെ നിൽക്കട്ടെ, കേരളത്തിൽ ഇത് ചെലവാണ്. 4-5 കേസ് ആയില്ലേ? അതിന്റെ യഥാർത്ഥ കൾപ്രിറ്റിനെ പിടിച്ച് ശിക്ഷിപ്പിച്ച് അവനെ ജയിലിലിടാൻ പോലീസിന് കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലും കോഴിക്കോടും അവിടെയുള്ള 2-3 എയർപോർട്ടുകളിൽ നിത്യ സംഭവമില്ലേ? എത്ര പേരെ തട്ടിക്കൊണ്ടുപോയി പോലീസ് അറിയുന്നില്ല. അത് അതോറിറ്റീസ് അറിയുന്നില്ല. എത്ര പേരെ കടത്തിക്കൊണ്ട് പോയിട്ട് അവരെ വിടുന്നു. ഇപ്പം ഇവിടെ ചെങ്ങന്നൂര് അതിനടുത്തങ്ങാണ്ട് ഒരു ലേഡിയാണ് കടത്തിക്കൊണ്ടുപോയത്. അവിടെയൊക്കെ എന്ത് സംഭവിച്ചു? ആ പ്രതികൾക്ക് ഒന്നും സമൂഹത്തിൽ ജീവിക്കാൻ അനുവദിക്കരുത് പോലീസ്. ഗവൺമെന്റ് അവരെ ഒന്നും അനുവദിക്കരുത്. ഇതുപോലെ തട്ടിക്കൊണ്ടുപോയി കൊന്ന് നമുക്കറിയാമല്ലോ. ആ വയനാട്ടിലെ അവിടുന്ന് മൈസൂരിൽ നിന്നൊരു വൈദ്യനെ തട്ടിക്കൊണ്ടുവന്ന് 1.25 വർഷം പൂട്ടിയിട്ടിട്ട് നമ്മളാരും അറിഞ്ഞില്ലല്ലോ. അയാളെ കൊന്ന് പീസാക്കി ആറ്റില് ഒഴുക്കിയില്ലേ? അപ്പൊ അതിനൊക്കെ എന്ത് നടപടിയെടുത്ത് അതിന്റെ കൾപ്രിറ്റൊന്നും വെളിയിൽ ഇനി ഇറങ്ങി ആ ഒരു ഓക്സിജൻ അവരുടെ ശ്വാസോച്ഛ്വാസം ചെയ്യരുത്. അങ്ങനെയുള്ള ശക്തമായ നടപടി ഇതിന് വേണം. പോലീസ് അയാളെ ജാമ്യത്തിൽ വിടാതെ കൺവിക്ട് ചെയ്ത് അകത്തോട്ട് വിടണവന്മാരെ. എന്നാലേ മാതൃകാപരമായ ഒരു ശിക്ഷ ഉണ്ടെങ്കിൽ നിൽക്കുള്ളൂ. ഒരു പേടിയില്ല പോലീസിനെ.
എന്ത് കൃത്യം ആരെ വേണേലും കാണിക്കാം. ശ്രീ ജോജോ, ഇതൊരു വലിയ ശൃംഖലയാണ്. ഈ വലിയ കണ്ണികളെ കൂട്ടിയിണക്കി അതിൽ നിന്ന് ഒരു കണ്ണിയെ വേർപെടുത്തിയാൽ മാത്രം ഒതുങ്ങുന്നതല്ലോ. പോലീസിനെ ഇത് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? പോലീസ് മാത്രം വിചാരിച്ചാൽ കഴിയുമോ? ഈ വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണ്ണക്കടത്താണ് പലതും. അതിൽ കസ്റ്റംസ് വരുന്നുണ്ട്, പല ഏജൻസികൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. പോലീസിന് എവിടെയാണ്, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് എവിടെയാണ് വീഴ്ച സംഭവിക്കുക? കസ്റ്റംസും അതുപോലെയുള്ള ഏജൻസികളൊക്കെ ഇതിനെ ചിലരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഏതായാലും നിർബാധം കേരളത്തിലേക്ക്, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും എയർപോർട്ട് വഴി ഇതുപോലെ സ്വർണം കടത്തുന്നില്ല. കേരളത്തിൽ മാത്രം എത്രയോ വർഷം കൊണ്ട് ഇത് കടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും ആരെങ്കിലും പിടിക്കും. 1 കോടി 2 കോടി രൂപയുടെ സ്വർണ്ണമല്ലേ. അപ്പൊ ഇവിടെ ഒന്നും നടക്കില്ല. ഇങ്ങോട്ട് സ്വർണം വച്ചിട്ടേ പറ്റുള്ളൂ. അത് ഏതെങ്കിലും സ്ത്രീകളെ പറ്റിച്ച് അവർക്കൊന്നും സമൂഹത്തിൽ എന്താ നടക്കുന്നതെന്നും അറിയത്തില്ല. അത് പണം മോഹിച്ച് അവരെ 1 കിലോ 2 കിലോ ഒക്കെ പല രൂപത്തിലും ദ്രാവക രൂപത്തിലും ഒക്കെ കൊടുത്തുവിടും. അതുങ്ങളങ്ങ് അകത്തോട്ട് പോകും. പണം മോഹിച്ചാണ് ചെയ്യുന്നത്. ഇത് കൃത്യമായി കേരളത്തിലുള്ളവർ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ണി ബ്രേക്ക് ചെയ്താൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകില്ല. ഇയാൾക്ക് ജീവനുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഈ ഷാഫി എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാതിരിക്കട്ടെ. എന്നാലും വളരെ കൃത്യമായിട്ടും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇത്. കേരളം നേരിടുന്നതാണ്, രാജ്യം നേരിടുന്ന പ്രശ്നമാണ്. ഒരുപക്ഷെ അത് രാജ്യത്തിന്റെ സുരക്ഷയെ പോലും ചോദ്യം ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ട്. നമുക്ക് ഈ ഷാഫിയുടെ വീഡിയോയിലേക്ക്, അദ്ദേഹത്തിന്റെ സന്ദേശത്തിലേക്ക് വീണ്ടും മടങ്ങിയെത്താം. ഈ വാർത്തയിൽ തന്നെ തുടരുകയും ചെയ്യാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. 6 ദിവസം നീണ്ട വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ മുഖ്യപ്രതി ഷാരൂഖ് സൈഫിയുമായി പ്രത്യേക അന്വേഷണ സംഘം മാലൂർക്കുന്ന് എയർ ക്യാമ്പിൽ നിന്നും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചത്. ഉച്ചയ്ക്ക് 1:30 ആരംഭിച്ച യാത്ര 4 മണിക്ക് കണ്ണൂരിലെത്തി. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ പ്രതിയെ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ D1, D2 കോച്ചുകളിൽ എത്തിച്ച് വിശദമായി തെളിവെടുത്തു. 1 മണിക്കൂർ നീണ്ട തെളിവെടുപ്പ് നടപടിക്രമങ്ങൾക്കിടയിൽ കേസിൽ പ്രതിയെ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞതായാണ് വിവരം. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആഭ്യന്തര വകുപ്പിലും സർക്കാർ തലത്തിലും സജീവമായിരിക്കുന്നതായാണ് സൂചന. കേസിന്റെ ഭീകരബന്ധം പ്രത്യേക അന്വേഷണ സംഘവും വിശദമായ ചോദ്യം ചെയ്യലിനിടയിൽ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നീക്കം നടക്കുന്നതെന്നാണ് സൂചന. അതിന്റെ ഭാഗമായി ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി കേസിന്റെ അന്വേഷണ പുരോഗതി അറിയിച്ചതായാണ് വിവരം. അങ്ങനെയാണെങ്കിൽ 2 ദിവസത്തിനകം കേസിന്റെ തുടരന്വേഷണം NIAക്ക് കൈമാറുന്നതിനുള്ള അന്തിമ തീരുമാനം സർക്കാർ തലത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. കോഴിക്കോട് നിന്നും ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. BJPയുടെ ബിഷപ്പ് ഹൌസ് ക്രിസ്തീയ ഭവന സന്ദർശനങ്ങളിൽ ക്രൈസ്തവ സഭാ നേതൃത്വത്തിനെതിരെ സത്യദീപം. വിരുന്ന് വന്നവരോട് സഭാ നേതൃത്വം ചോദ്യങ്ങൾ ചോദിച്ചില്ലെന്ന് വിമർശനം. ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രിയെ പ്രാർത്ഥനാ ഗീതം കേൾപ്പിച്ചവർ കുറ്റത്തിൽ നിശബ്ദ പങ്കാളിയായെന്നും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രസിദ്ധീകരണമായ സത്യദീപത്തിലെ ലേഖനം കുറ്റപ്പെടുത്തുന്നു. വിവരങ്ങളുമായി ഡാനി പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, ക്രിസ്തീയ സഭാ നേതൃത്വങ്ങളിൽ ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് തന്നെയാണോ സത്യദീപത്തിലെ ലേഖനം വ്യക്തമാക്കുന്നത്? എന്താണ് അതിന്റെ ഉള്ളടക്കം? രേണുക, സത്യദീപം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു പ്രസിദ്ധീകരണമാണ്. ഇതിൽ കൂടുതലായും തന്നെ ഇപ്പോൾ ഇറങ്ങിയ ഈ പുതിയ ലേഖത്തിലാണ് ഇത് സംബന്ധിച്ച മുഖപ്രസംഗം വന്നിട്ടുള്ളത്. അതിൽ നിശിതമായിട്ട് തന്നെയും സഭാ നേതൃത്വത്തിന്റെ ഇപ്പോഴുള്ള നിലപാടുകളെ വിമർശിക്കുകയാണ്. പ്രത്യേകിച്ച് കർദിനാൾ സ്വീകരിച്ച നടപടിയും അദ്ദേഹം പലതും മറന്നുകൊണ്ടാണ് സംസാരിച്ചത്. ഏറ്റവും കൂടുതലായിട്ട് ക്രിസ്തീയ സമൂഹം തന്നെ ആക്രമിക്കപ്പെടുന്ന ഈ കാലത്ത്, വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുന്ന ഈ കാലത്ത് തന്നെയാണ് അദ്ദേഹം BJP ഈ രീതിയിൽ ഒരു സഹർഷം സ്വാഗതം ചെയ്യുന്ന രീതിയിലേക്ക് പോയത്. അത് എങ്ങനെയാണ് അത് നീതീകരിക്കാൻ കഴിയുന്നതെന്ന് ചോദിക്കുന്നു. ഒപ്പം തന്നെയാണ് ഈ വിരുന്ന് വന്നവരോട് ചോദിക്കേണ്ട പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അതൊന്നും തന്നെയും ഉന്നത സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. പ്രത്യേകിച്ച് സ്റ്റാൻസ്വാമി കൊല്ലപ്പെട്ടത് എങ്ങനെയെന്നും കാന്തമാലിൽ ഇപ്പോഴും നീതി വൈകുന്നത് എന്തുകൊണ്ടെന്നും ചോദിക്കാതെ തന്നെയാണ് തങ്ങളുടെ രാഷ്ട്രീയ മര്യാദ മെത്രാൻമാർ കാണിച്ചതെന്ന് അടക്കം വിമർശിക്കുന്നുണ്ട്. ക്രൈസ്തവർക്കെതിരെ രാജ്യത്തൊട്ടാകെയാണ് ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകുന്നത്, ആൾക്കൂട്ട ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെ
അപലപിക്കാതെ കുറ്റകരമായ മൗനമാണ് പ്രധാനമന്ത്രി തുടരുന്നത്. ഈ പ്രധാനമന്ത്രിയാണ് ഈസ്റ്റർ ദിനത്തിൽ ഡൽഹി കത്തീഡ്രലിൽ പ്രാർത്ഥനാഗീതം കേൾപ്പിച്ച് മടക്കിയ സഭാ നേതൃത്വം അതേ കുറ്റത്തിൽ നിശബ്ദ പങ്കാളികളാവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തതെന്നും എല്ലാം തന്നെയാണ് വിമർശനം ഉയരുന്നത്. ചുരുക്കത്തിൽ സത്യദീപം ഈ സഭാ നേതൃത്വത്തിന്റെ ഈ ഒരു പരസ്യ നിലപാടുകൾക്കെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഈ മുഖപ്രസംഗത്തിൽ നിശ്ചിതമായ രീതിയിൽ വിമർശനം ഉയരുന്നത്. സ്വാഭാവികമായും നേരത്തെയും ഈ വിശ്വാസ സമൂഹങ്ങൾക്കിടയിൽ പടരുന്ന അസഹിഷ്ണുതയുടെയും സഭയിലെ വൈദികർ ഉൾപ്പെടുന്നവർക്കും ഈ നിലപാടിലുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുടെയും പ്രതിഫലനം തന്നെയാണ് സത്യദീപത്തിലും ഉണ്ടായിരിക്കുന്നത്. ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിൽ പ്രതി ഷാരൂഖ് സൈഫിയുമായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തെളിവെടുപ്പ് നടത്തി അന്വേഷണ സംഘം. തീവയ്പുണ്ടായ D1 കോച്ചിലാണ് ആദ്യം തെളിവെടുപ്പ് നടന്നത്. പിന്നാലെ പ്ലാറ്റ്ഫോം 1ലും തെളിവെടുപ്പ് നടത്തി. കേസ് NIAക്ക് കൈമാറാനാണ് സാധ്യത. അന്വേഷണ ചുമതല കൈമാറാൻ സർക്കാർ നീക്കം സജീവമാക്കിയതായാണ് സൂചന. പ്രത്യേക അന്വേഷണ സംഘത്തലവൻ സെക്രട്ടേറിയറ്റിലെത്തി അന്വേഷണ പുരോഗതി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചു. ഞങ്ങളുടെ പ്രതിനിധി ഡാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലൂടെയാണ് ന്യൂസ് റൂം ലൈവ് ഇന്ന് ആരംഭിക്കുന്നത്. ആ വാർത്ത, അതിന്റെ ദൃശ്യങ്ങൾ ആദ്യം സംപ്രേഷണം ചെയ്തിരുന്നു. ഒരിക്കൽ കൂടി നമുക്ക് പോയി വരാം. താമരശ്ശേരിയിൽ നിന്നും ഈ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയ പ്രവാസി ഷാഫിയുടെ വീഡിയോ സന്ദേശമാണ് News 18 ഈ രാവിലെ 9 മണി സമയത്ത് പുറത്തുവിടുന്നത്. തന്നെ തട്ടിക്കൊണ്ടുപോയത് മോഷ്ടിച്ച സ്വർണം തിരികെ കിട്ടാൻ വേണ്ടിയാണെന്ന് ഷാഫി പറയുന്നു. സൗദി രാജകുടുംബത്തിന്റെ 325 കിലോ സ്വർണം താനും സഹോദരനും ചേർന്ന് മോഷ്ടിച്ചു, കടത്തി എന്ന് ഷാഫി പറയുന്നു. ഈ മോഷ്ടിച്ച സ്വർണത്തിൽ നിന്ന് ഏകദേശം 80 കോടി രൂപ അതിന് വിലമതിക്കും. അതിന്റെ ഒരു വിഹിതം വേണമെന്നുള്ളതാണ് ഈ അജ്ഞാത സംഘത്തിന്റെ, ഈ കൊട്ടേഷൻ സംഘത്തിന്റെ ആവശ്യമെന്നും ഷാഫി ഈ തടങ്കലിൽ നിന്നും പകർത്തിയ വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. News 18 ആ ദൃശ്യം ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. സൗദി രാജകുടുംബത്തിന്റെ 325 കിലോ ഗോൾഡ് അവിടുന്ന് കൊണ്ടുവന്നതിന്റെ പേരിലാണ് ഞാനും ബ്രദറും അവിടുന്ന് കൊണ്ടുവന്നതിന്റെ പേരിലാണ് എന്നെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഏകദേശം 80 കോടി രൂപയുടെ ടോട്ടൽ 80 കോടി രൂപയോളം ഉണ്ടായിരുന്നു. അതിന്റെ ബാക്കിയുള്ള വിവരങ്ങളും എല്ലാം കൂടെ ഇവരെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ കേസും കൂട്ടവും പോലീസും പ്രശ്നങ്ങളും കാര്യങ്ങളും ആവും. പിന്നെ ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരു വഴിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ റിലീസാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനമോ അതല്ലെങ്കിൽ ജാഥ നടത്തിയിട്ട് ഇതിൽ കാര്യമില്ല. ഇത് നമ്മൾ ചെയ്ത സംഗതിക്ക് ഇവര് പൈസ ഇവർക്ക് കൊടുത്താൽ മാത്രമേ ഇവർ കാര്യം സെറ്റാവുള്ളൂ. അതിൻ്റെ പേരിലാണ് ഇവിടെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. സൗദി വളരെ പ്രധാനപ്പെട്ട ഈ വീഡിയോ സന്ദേശം അത് ഈ അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് ഷാഫി പകർത്തിയതാണ്. ആ വീഡിയോ സന്ദേശം ലഭിച്ച വഴി അത് ടോം കുര്യാക്കോസ് തന്നെ നൽകും അതിന്റെ വിവരങ്ങൾ. ടോം, ഈ ഷാഫിയുടെ ഇരിപ്പിൽ ഒരു അസ്വാഭാവികത തോന്നുന്നു. ഒരുപക്ഷെ ഈ പറയുന്ന കൊട്ടേഷൻ സംഘത്തിന്റെ ഒരു തോക്കിൻ മുനയിലോ ഒരു കഠാര മുനയിലോ ഒക്കെ ഇരുന്നുകൊണ്ടായിരിക്കാം ഈ വീഡിയോ പകർത്തിയത്. അത്തരത്തിൽ കൂടി നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ഇതിൽ ആര് കൊട്ടേഷൻ നൽകി, അതിന്റെ കൊട്ടേഷനുള്ള സാധ്യത എങ്ങനെയായിരുന്നു, എന്താണ് ടോം ലഭിക്കുന്ന വിവരം? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ കൊട്ടേഷൻ സംഘത്തിന്റെ, അതായത് ഈ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയവരുടെ സങ്കേതത്തിൽ തന്നെയാണ്, ഒളി സങ്കേതത്തിൽ തന്നെയാണ് ഷാഫി ഇപ്പോൾ ഉള്ളത്. അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഷാഫി ഈ വീഡിയോ ചിത്രീകരിക്കാൻ തയ്യാറായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്ക് ഈ വീഡിയോ നൽകിയത് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ സംഘമെന്ന് പറഞ്ഞ, അതായത് ഒരു പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു സംഘമാണ്. അവരാണ് ഈ വീഡിയോ കൈമാറിയത്. ഷാഫി തങ്ങളുടെ പക്കലുണ്ട് എന്ന്
വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്നല്ല, ഈ കേരളത്തിൽ നിന്നല്ല അവരെ ബന്ധപ്പെട്ടിരിക്കുന്നത്, ഫോണിലൂടെ ബന്ധപ്പെട്ടത്. അവർ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയി മറ്റേതോ അജ്ഞാത കേന്ദ്രം, അതായത് സംസ്ഥാനത്തു നിന്നും പുറത്തേക്ക് കടത്തിയിട്ടുണ്ടാകാം. ഷാഫിയെ തട്ടിക്കൊണ്ടുപോയിട്ട്, അതായത് താമരശ്ശേരിയിലെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയിട്ട് നാളെ ഒരാഴ്ച പൂർത്തിയാവുകയാണ്. ഈ ഒരാഴ്ചയായിട്ടും പോലീസിന് ഒരു തുമ്പ് പോലും കിട്ടിയിട്ടില്ല എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. കാരണം കേരള പോലീസ് അതിവിദഗ്ധമായ രീതിയിൽ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ഉത്തരമേഖല DIG ആണ് ഈ കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. DYSP നേതൃത്വമുള്ള സംഘം അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും യാതൊരു തുമ്പും ലഭിക്കാത്ത ഷാഫിയുടെ ഫോൺ എന്ന് കരുതുന്ന ഒരു ഫോൺ ഒരു തട്ടുകടയുടെ മുകളിൽ നിന്ന് ലഭിച്ചിരുന്നു. പിന്നീട് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൻ്റെതെന്ന് കരുതുന്ന ഒരു കാർ കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്നും കണ്ടെത്തിയിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക്, അതായത് സംസ്ഥാനത്തിന് പുറത്തേക്ക് ഷാഫിയെ കടത്തിക്കൊണ്ടുപോയിരിക്കാം. ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഷാഫിയെ തട്ടിക്കൊണ്ടുപോകുന്ന 2 ദിവസം മുൻപ് ഒരു അജ്ഞാത സംഘങ്ങൾ 2 പേർ ഷാഫിയുടെ വീട് തിരക്കി താമരശ്ശേരിയിലെത്തിയിരുന്നു. ഇവരെ ഷാഫിയുടെ ഭാര്യയും അതോടൊപ്പം തന്നെ ഷാഫിയുടെ സഹോദരന്റെ ഭാര്യയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെ, കാരണം ഇത് പോലീസിനെ സംബന്ധിച്ച് ഏറെ നാണക്കേടുണ്ടാക്കുന്ന കേസാണ്. കാരണം 6 ദിവസം കഴിഞ്ഞിട്ടും ഷാഫി എവിടെയെന്ന് യാതൊരു വിവരവും ലഭിക്കുന്നു. നേരത്തെ ജോർജ് ജോസഫ് സൂചിപ്പിച്ചിരുന്നു സമാനമായ കാര്യം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, കാസർഗോഡ് നിന്നും സിദ്ദിഖ് എന്ന യുവാവിന് സ്വർണം പൊട്ടിക്കൽ സംഘം, അതായത് പൈവളിക സംഘം തട്ടിക്കൊണ്ടുപോയി പിന്നീട് കൊലപ്പെടുത്തിയ സംഭവം അടക്കമുണ്ട്. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോഴും ഈ സിദ്ദിഖിനെ തട്ടിക്കൊണ്ടുപോയ കൊല ചെയ്ത ആ സംഘത്തിലെ നിരവധി പേർ ഇപ്പോഴും ഒളിവിലാണ്. അവർ രാജ്യം വിട്ടു എന്ന വിവരമുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തില് എന്തുമാകാം, അതായത് ഒരാളെ തട്ടിക്കൊണ്ടുപോകാം, കൊലപ്പെടുത്താം, അങ്ങനത്തെ എന്ത് സാഹചര്യവും ഉണ്ടാകാം. പക്ഷെ പോലീസിന്റെ ഭാഗത്തു നിന്നും കർശനമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന കാര്യം. കാരണം സമാനമായ സംഭവങ്ങൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതും കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിയിൽ നിന്നാണ് ഈ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയി ഒരാഴ്ച ആകുമ്പോഴേക്കും യാതൊരു തുമ്പും ലഭിക്കുന്നില്ല. ഷാഫി എവിടെ സംബന്ധിച്ചുള്ള യാതൊരു വിവരവും പോലീസിന് ലഭിക്കുന്നില്ല. എന്തായാലും ഷാഫി അജ്ഞാത സംഘത്തിന്റെ കേന്ദ്രത്തിൽ തന്നെയുണ്ട്, ഈ കൊട്ടേഷൻ സംഘത്തിന്റെ അജ്ഞാത കേന്ദ്രത്തിൽ തന്നെയുണ്ട് എന്ന കൃത്യമായ വിവരമാണ് ന്യൂസ് 8 ഇപ്പോൾ പുറത്തുവിടുന്നത്. എൽദോ, കാരണം ഈ ഷാഫി ഇതിനകത്ത് പറയുന്നുണ്ട്, ഷാഫി ഈ വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്, സൗദിയിൽ നിന്നും 325 കിലോ, സൗദി രാജകുടുംബത്തിന്റെ 325 കിലോ സ്വർണമാണ് താനും സഹോദരനും അടങ്ങുന്ന സംഘം കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നത്. ആ കേസ് ഇപ്പോൾ, ആ സ്വർണ്ണ കവർച്ച കേസ് സൗദി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഈ ഷാഫിയെയും അതോടൊപ്പം തന്നെ സഹോദരനെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഷാഫിയുടെ സഹോദരൻ എവിടെയെന്ന് സംബന്ധിച്ചുള്ള യാതൊരു വിവരവുമില്ല. ഈ കൊട്ടേഷൻ സംഘത്തിൽ എന്തായാലും ഷാഫിയുടെ സഹോദരനെ ഉൾപ്പെടെയാണ് അവർ ലക്ഷ്യമിടുന്നത്. പക്ഷേ ആ പണം, അതായത് അവർ പറയുന്നത് 80 കോടി രൂപയാണ് ഈ 325 കിലോ സ്വർണത്തിന് വില മതിക്കുന്നത്. ആ 80 കോടിയുടെ ഒരു വിഹിതം, അതായത് 4-1 വിഹിതം 20 കോടി രൂപ തങ്ങൾക്ക് ലഭിക്കണം. അതല്ലെങ്കിൽ ഷാഫിയെ വിട്ടു തരില്ല എന്ന ചില സൂചനകളാണ് നമ്മളുമായി സംസാരിച്ചപ്പോൾ ഈ കൊട്ടേഷൻ സംഘം നൽകിയത്. അതായത് ആരാണ് കൊട്ടേഷൻ നൽകിയത് എന്ന വിവരം എന്തായാലും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത് ഒരു ചെറിയ സംഘം എന്ന് കരുതാൻ സാധിക്കില്ല. കാരണം ഇതിനു മുൻപും കേരളത്തെ നടുക്കിയ പല കേസുകൾക്കും പിന്നിൽ നിന്നത് ഈ സംഘമാണ് എന്ന ചില സൂചനകളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതീവ ഗൗരവത്തോടു കൂടിയാണ് ഈ ഷാഫിയുടെ തട്ടിക്കൊണ്ടുപോകൽ കേസ് കാണേണ്ടത്. പോലീസും അതീവ ഗൗരവത്തിൽ തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കാരണം ഉത്തരമേഖല DIG ഈ കേസിന് നേതൃത്വം വഹിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയെങ്കിൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട്, ഷാഫിയുടെ തട്ടിക്കൊണ്ടുപോകൽ കേസുമായി ബന്ധപ്പെട്ട് ഒരു വിധത്തിലുള്ള സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. ഒരു തരത്തിലുള്ള സൂചനയും അന്വേഷണത്തിന് ലഭിച്ചിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഷാഫി ഈ വീഡിയോ സന്ദേശം അയക്കുന്നു. വീഡിയോ സന്ദേശം ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നു. ഇനി നമുക്ക് ആ സന്ദേശത്തിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകാം. പ്രേക്ഷകർക്ക് വേണ്ടി വീണ്ടും ഷാഫി എന്തൊക്കെ പറഞ്ഞു എന്ന് കേട്ട ശേഷം ടോം കുര്യാക്കോസിലേക്ക് വീണ്ടും മടങ്ങിയെത്താം. സൗദി രാജകുടുംബത്തിന്റെ 325 കിലോ ഗോൾഡ് അവിടുന്ന് കൊണ്ടുവന്നതിന്റെ പേരിലാണ് ഞാനും ബ്രദറും അവിടുന്ന് കൊണ്ടുവന്നതിന്റെ പേരിലാണ് എന്നെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഏകദേശം 80 കോടി രൂപയുടെ ടോട്ടൽ 80 കോടി രൂപയോളം ഉണ്ടായിരുന്നു. അതിന്റെ ബാക്കിയുള്ള വിവരങ്ങളും എല്ലാം കൂടെ ഇവരെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ കേസും കൂട്ടും പോലീസും പ്രശ്നങ്ങളും കാര്യങ്ങളും ആവും. പിന്നെ ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരു വഴിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ റിലീസാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനമോ അതല്ലെങ്കിൽ
ജാഥ നടത്തിയിട്ട് ഇതിൽ കാര്യമില്ല. ഇത് നമ്മൾ ചെയ്ത സംഗതിക്ക് ഇവര് പൈസ ഇവർക്ക് കൊടുത്താൽ മാത്രമേ ഇവർ കാര്യം സെറ്റാവുള്ളൂ. അതിന്റെ പേരിലാണ് ഇവിടെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഷാഫിയുടെ ഈ പ്രതികരണത്തിന് ശേഷം ഷാഫിയുടെ കുടുംബാംഗങ്ങളോട് ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മുടെ പ്രതിനിധി താമരശ്ശേരിയിൽ നിന്ന് സിദ്ദിഖ് പന്നൂർ ചേരുന്നു. സിദ്ദിഖ്, ഈ കുടുംബാംഗങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ എന്താണ് മറുപടി പറയുന്നത്? ഈ ദൃശ്യം ലഭിച്ച കാര്യം അവർക്കറിയാമോ? ഹലോ സിദ്ദിഖെ, കേൾക്കാമോ? കേൾക്കാം. ഈ ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത് ന്യൂസ് 18 പുറത്ത് വിട്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. ഏറ്റവും പ്രധാനമായും ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ആശങ്ക, ഈ ഷാഫിക്ക് വല്ല അപകടവും സംഭവിച്ചോ, പ്രത്യേകിച്ച് ചില അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഷാഫിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയണം എന്നതായിരുന്നു പ്രധാനമായിട്ടും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ ഉന്നയിച്ചിരുന്ന ഒരു വിഷയം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് ഇവിടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോഴൊക്കെ അവർ പറഞ്ഞത് ഈ ഷാഫി എന്ന വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനം. അത് നമുക്ക് അറിയണം. അതിനപ്പുറമുള്ള ഇടപാടുകൾ കാര്യങ്ങളൊക്കെ എന്തോ ആവട്ടെ, അത് മറ്റൊരു വഴി എന്നായിരുന്നു. അതായത് ആ വിഷയത്തിൽ ഒരു മറുപടി കൂടിയാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ് തട്ടിക്കൊണ്ടുപോകൽ എന്ന വാർത്തയും ആദ്യമായി പുറത്തുവിട്ടത് ന്യൂസ് 18 ആണ്. കാരണം കൊടുവള്ളി സ്വദേശിയായ സാലിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു ഈ കുടുംബം പറഞ്ഞിരുന്നത്. എന്നാൽ അതല്ല, പോലീസിന്റെ ചില ചോദ്യം ചെയ്യലിൽ നിന്നും മറ്റും ലഭിക്കുന്ന വിവരം ഈ വലിയൊരു രീതിയിൽ 300 ചില്ലാനം കിലോ സ്വർണത്തുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടാണ് എന്നത് ഈ വാർത്ത നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ആധികാരികമായിട്ട് പോലീസോ മറ്റോ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഷാഫി തന്നെ ആ കാര്യം പറഞ്ഞിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. സിദ്ദിഖ്, ഈ കുടുംബത്തോട് പ്രതികരണം തേടാൻ ശ്രമിച്ചിരുന്നു. കുടുംബം എന്താണ് പറയുന്നത്? അവർ ഈ ഇങ്ങനൊരു വീഡിയോ വന്നത് അവർ കണ്ടുവോ? വീഡിയോ വന്നത് തീർച്ചയായിട്ടും അവർ കണ്ടിരിക്കാം. ഇന്നലെ നമ്മൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇന്നലെ ലഭിച്ചതാണല്ലോ. ഈ വീഡിയോ ലഭിച്ച ഉടനെ തന്നെ നമ്മൾ ഇത് സംബന്ധിച്ച് ഇത്രയും മണിക്കൂറുകളായി നമ്മൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. എന്നതിന് ശേഷമാണ് നമ്മൾ ഈ ന്യൂസ് പുറത്തുവിടുന്നത്. ഈ സമയത്ത് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് ഈ വീഡിയോ ലഭിക്കും അല്ലെങ്കിൽ ലഭിച്ചു എന്ന രീതിയിലുള്ള ഒരു സൂചന ലഭിച്ച സമയത്ത് ബന്ധുവായിരുന്ന ഒരാള് നമ്മോട് പറഞ്ഞത് അങ്ങനെ ഒരു വീഡിയോ വരാൻ സാധ്യതയുണ്ട്, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വീഡിയോ പ്രചരിപ്പിക്കും എന്ന് നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പോ ഇത് നേരത്തെയുള്ള എന്തോ കാര്യങ്ങൾ, ഇല്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഷാഫിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് അയക്കുമെന്നും അത് മീഡിയയിൽ കൊടുക്കുമെന്നുള്ളൊരു പ്രചാരണമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ കിട്ടിയാൽ നിങ്ങൾ നമ്മളോട് ബന്ധപ്പെടണം എന്ന രീതിയിലായിരുന്നു അവർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ നേരത്തെ സംസാരിച്ച വ്യക്തിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വീഡിയോ വരും എന്ന് അവർ നേരത്തെ മനസ്സിലാക്കി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഏതെങ്കിലും രീതിയിൽ ഈ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട ആളുകൾ ഒരുപക്ഷെ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടാവാം, ഇവരുടെ ഡിമാൻഡുകൾ പറയാനോ വേണ്ടിയോ മറ്റോ ബന്ധപ്പെടുന്നുണ്ടാവാം. അങ്ങനെ ബന്ധപ്പെട്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു വീഡിയോ പുറത്തു വരും എന്ന് പോലും ഇവർക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുകയുള്ളൂ. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയം, ഈ ബന്ധുക്കളൊക്കെ നമ്മോട് പറഞ്ഞിരുന്നത് കൊടുവള്ളി സ്വദേശിയായ സാലിക്ക് പണം കൊടുക്കാനുണ്ട് എന്നും പറഞ്ഞ് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തി. ഈ ഭീഷണിപ്പെടുത്തിയതിന് കാരണം എന്ന് പറഞ്ഞാൽ സാലിക്ക് മറ്റൊരാൾ നൽകാനുണ്ടായിരുന്ന പണത്തിന് ഈ ഷാഫി മധ്യസ്ഥത പറഞ്ഞു. അതായത് രണ്ടുപേർ തമ്മിലുള്ള തർക്കത്തിന് മധ്യസ്ഥത പറഞ്ഞ വ്യക്തിയാണ് ഷാഫി. ഇതിന്റെ പേരിലാണ് ഷാഫിയെ വന്ന് ഭീഷണിപ്പെടുത്തിയത് എന്നായിരുന്നു. എന്നാൽ ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്ന് ആ സമയത്ത് നിന്ന് നമ്മൾ ഊഹിച്ചതാണ്. കാരണം അങ്ങനെ ഒരു മറ്റൊരാളുമായിട്ടുള്ള മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയെങ്കിൽ സ്വാഭാവികമായിട്ടും ഷാഫി വീട്ടുകാരോടും നാട്ടുകാരോടും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരോടും ഒക്കെ ആരാണ് ഈ സാലിക്ക് യഥാർത്ഥത്തിൽ പണം നൽകാനുള്ളത് എന്ന ഒരു വിവരം. അതായത് ഈ കുടുംബം ഒരു തരത്തിലും ഇങ്ങനെ ഒരു സ്വർണ്ണക്കടത്ത്, ഒരു സ്വർണം മോഷ്ടിച്ച സംഭവം എന്നുള്ള ഒരു കാര്യത്തിൽ അവർക്ക് വിശ്വാസമില്ല. ആ ഒരു നിലയിൽ ആ ഒരു വിഷയം അംഗീകരിക്കാൻ ഇവർ തയ്യാറല്ല. അത്തരത്തിലൊരു വിഷയം ഷാഫി പറഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അത്തരൊരു സംഭവത്തിൽ സാധ്യത ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോഴൊക്കെ ഇവർ പറയുന്നത് ഈ സാലിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് മാത്രമായിരുന്നു ഇവർ പറയുന്നത്. ഈ സാലിയുടെ പ്രതികരണവും നമ്മൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ആദ്യമായി കൊടുത്തത്. സാലിക്ക് ഇതിൽ പങ്കില്ല എന്നും ഏത് അന്വേഷണം നേരിടുമെന്നും ഷാഫി എത്രയും പെട്ടെന്ന്. ഓക്കെ, സിദ്ദിഖ് പന്നൂരാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് താമരശ്ശേരിയിൽ നിന്ന്. താമരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ് ഇപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ ഈ സമയം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. പ്രസിഡന്റ്, ഈ ഷാഫിയുടെ മോചനത്തിനായി അവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു, വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി. പക്ഷേ ഇത്തരം ചില സന്ദേശം ഷാഫി തന്നെ അയക്കുന്നു. ഇത് നിങ്ങൾ ആ നാട്ടുകാർ എന്ന നിലയിൽ ഈ വീഡിയോയെ എങ്ങനെയാണ് കാണുന്നത്?
നമ്മൾ നേരിട്ട് കാണാത്ത ഒരു പ്രശ്നമാണ്, നേരിട്ട് കേൾക്കാത്ത ഒരു പ്രശ്നമാണ്. പക്ഷെ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല, എനിക്കറിയില്ല. നാട്ടുകാരെ കുറച്ച് പൈസ അവൻ ബിസിനസ്സിൽ ഏർപ്പെട്ട് ബിസിനസ് ചെയ്തിട്ടുള്ള പൈസകളാണെന്നാ പറയപ്പെടുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് പറയാൻ സാധിക്കൂല. അത്ര വലിയൊരു കോടീശ്വരനായിട്ടുണ്ട് എന്നൊന്നും നമ്മൾ വീടും പരിസരം കണ്ടാൽ മനസ്സിലാവില്ല. അല്ല, കോടീശ്വരനാണെന്നല്ല ഷാഫി പറയുന്നത്. സൗദിയിൽ നിന്ന്, അത് സൗദി രാജകുടുംബത്തിൽ നിന്ന് 325 കിലോ സ്വർണം മോഷ്ടിച്ച് കടത്തി അതിന്റെ ഒരു വിഹിതം വേണമെന്നാണ് ഈ തട്ടിക്കൊണ്ടുപോയ സംഘം പറയുന്നത് എന്നാണ്. ഒരുപക്ഷെ അത് ഷാഫിയെ കൊണ്ട് ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാകാം. പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തരുത് അങ്ങനെയൊക്കെ ഷാഫി പറയുന്നുണ്ട്, അതുകൊണ്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ഒരു വിശ്വാസ്യത തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല, വിശ്വാസ്യത തോന്നുന്നില്ല. കാരണം അത്രയൊരു പരിസരത്തിനും ചുറ്റുപാട് ഇവിടെ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോ ഇതൊരു കൃത്യമായിട്ട് ആസൂത്രിതമായിട്ടുള്ള ഒരു തട്ടിക്കൊണ്ടുപോകലാണെന്നാണ് നിങ്ങളുടെ ഒരു വിശ്വാസം? ആസൂത്രിതാണെന്ന് പറയാൻ ആസൂത്രം തന്നെ ആയിരിക്കല്ലോ. 5-6 ദിവസമായിട്ട്, ഇപ്പൊ 6ാം ദിവസമാണ്. ഇപ്പൊ കാണുന്നില്ലല്ലോ ആളെ, അതിനെപ്പറ്റി യാതൊരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ആരായിരിക്കും ഇതിന് പിന്നിൽ? എന്താ ഈ സ്വർണം കടത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് കരുതുന്നുവെങ്കിൽ പിന്നെ എന്തായിരിക്കും ഈ തട്ടിക്കൊണ്ടൽ? സാമ്പത്തികമായ പ്രശ്നങ്ങളാണെന്ന് നമുക്ക് തിരിച്ചറിയാം. എന്ത് എന്ന് പറയാൻ നമുക്കിപ്പോ പറ്റില്ല. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എന്താണ് നിങ്ങൾ ഈ ജനപ്രതിനിധികളൊക്കെ സംസാരിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്ന മറുപടി എന്താണ്? എന്താ അന്വേഷണം ഉദ്യോഗസ്ഥർ പറയുന്നത്? അയാൾക്ക് 4-5 വിഭാഗമായിട്ടുള്ള ശത്രുക്കളുണ്ട്, അതേതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം നമ്മളോട് പറയുന്നത്. ഓരോ തരത്തിലും സൂചന ലഭിച്ചിട്ടില്ല എവിടെയാണെന്നും. അതെ. ശരി, താമരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. ടോം, ഈ സിദ്ദിഖും ഈ ഇപ്പോൾ താമരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞതുപോലെ തന്നെ അവർക്കൊന്നും അതിൽ അത്ര വിശ്വാസമില്ല, കുടുംബം വിശ്വസിക്കുന്നില്ല ഇങ്ങനെ ഒരു ഇത്രയും ഭീമമായിട്ടുള്ള ഒരു എമൗണ്ട് സ്വർണം സൗദിയിൽ നിന്നും മോഷ്ടിച്ച് കടത്തി എന്നുള്ളതൊക്കെ. നമുക്ക് ഈ വീഡിയോയിലെ ഒരു സംശയം ജനിപ്പിക്കുന്ന കാര്യം അത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇവരുടെ തടങ്കലിലായിരിക്കും ഷാഫി. അവരെ ഭീഷണിപ്പെടുത്തി അവർക്ക് ഫേവറബിൾ ആയിട്ട് സംസാരിപ്പിക്കുന്നതാകാം. പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തരുത്, വലിയ പരാതിയുമായി പോയിട്ട് കാര്യമില്ല, പൈസ കൊടുത്താൽ മാത്രമേ സെറ്റിൽ ആവൂ എന്നുള്ള കാര്യങ്ങളെല്ലാം ഷാഫി തന്നെ വീഡിയോയിൽ പറയുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ അത്തരമൊരു ആസൂത്രണ സാധ്യതയുമില്ലേ? എന്തോ ആ രീതിയിലും കാണാം. പക്ഷെ എന്തായാലും ഈ ഷാഫിയുടെ തട്ടിക്കൊണ്ടുപോകൽ കേസിന് പിന്നിൽ പല ദുരൂഹതകളുണ്ട്. നേരത്തെ തന്നെ ന്യൂസ് 18 പുറത്തുവിട്ട വിവരം ഇതായിരുന്നു. കാരണം ഒരു സൗദിയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന 325 കിലോ സ്വർണവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ കേസിന് പിന്നിലെന്ന വിവരങ്ങൾ നമ്മൾ നേരത്തെ പുറത്തുവിട്ടതാണ്. അത് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള സംഭാഷണമാണ് ഷാഫിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ എന്തായാലും ഈ അജ്ഞാത കേന്ദ്രത്തിൽ ഈ കൊട്ടേഷൻ സംഘത്തിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് ഷാഫി എങ്കിൽ പോലും ഷാഫി ഇത് പൂർണ്ണമായും ഈ കുറ്റം ഏറ്റെടുക്കുന്നുണ്ട്. ഷാഫി എന്തായാലും അവർ സമ്മർദ്ദം ചെലുത്തി കാണാം, ഭീഷണിപ്പെടുത്തി കാണാം. ഒരുപക്ഷെ തോക്ക് ചൂണ്ടിയായിരുന്നു ഇവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയത്, ഷാഫിയുടെ വീട്ടിൽ നിന്ന് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത്. തോക്കുൾപ്പെടെയുള്ള മാരകായുധങ്ങളും ഈ സംഘത്തിന്റെ കൈ കാണാം. അതുകൊണ്ട് തന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാകാം. പക്ഷേ ഷാഫി ഇതിനകത്ത് പൂർണ്ണമായും ഷാഫി തന്നെ ഈ കുറ്റമേറ്റ് പറയുന്നുണ്ട്. താനും തന്റെ സഹോദരനും ചേർന്നാണ് ഈ സ്വർണം കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നത്. ഈ കൊട്ടേഷൻ സംഘം പോലും തുറന്നു പറയുന്ന സൂചനകൾ ഇതാണ്. അതായത് ഷാഫിയുടെ പക്കൽ ഈ സ്വർണം കേരളത്തിലേക്ക് കൊടുത്തുവിട്ടത് ഇവിടെ ഈ സ്വർണം വിറ്റ് ഇത് പണമാക്കുന്നതിന് വേണ്ടിയാണ്. അത് ഷാഫി വിറ്റോ ഇല്ലോ എന്ന കാര്യം പരിശോധിക്കേണ്ടതാണ്. അത് അന്വേഷണ സംഘം പോലീസാണ് പരിശോധിക്കേണ്ടത്. പക്ഷേ എന്തായാലും ഈ കേസ് അതീവ ഗൗരവമുള്ളതാണ്. സൗദി പോലീസ് അന്വേഷിക്കുന്നുണ്ട്, കേരള പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഷാഫിയുടെ സാമ്പത്തിക ഉറവിടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും പരിശോധിക്കണം. ഒരുപക്ഷെ അത് ദേശീയ അന്വേഷണ ഏജൻസികളും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാമായിരിക്കാം. കാരണം ഇത് ചെറിയൊരു കേസല്ല, 80 കോടി രൂപയുടെ ഒരു വലിയ തട്ടിപ്പ്, ഒരു മോഷ്ട കേസാണ്. 325 കിലോ സ്വർണത്തിന്റെ മോഷ്ട കേസാണ്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഏറെ നാണക്കേടുണ്ടാക്കിയത് ഇത്രയും വലിയ ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഈ കേസ് അന്വേഷിച്ചിട്ടും ഷാഫി എവിടെയെന്ന് സംബന്ധിച്ചോ ആര് തട്ടിക്കൊണ്ടുപോയെന്ന് സംബന്ധിച്ചോ യാതൊരു തുമ്പും ലഭിക്കാത്തതാണ്. 6 ദിവസം പൂർത്തിയാവുകയാണ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയിട്ട്. പക്ഷേ നിലവിൽ നമുക്ക് ലഭിച്ച വിവരം ഇതാണ്: ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത് കൊട്ടേഷൻ സംഘമാണ്. ഒരു 325 കിലോ സ്വർണത്തിന്റെ മോഷണവുമായി ബന്ധപ്പെട്ട ചില തർക്കമാണ്. അതായത് അത്തരം ആ ഇടപാടുകളാണ്, അതിന്റെ വിഹിതം കിട്ടുന്നതിന് വേണ്ടിയാണ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത് എന്ന വിവരങ്ങളാണ് നമുക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ആ സംഘത്തിന്, ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന് പല ലക്ഷ്യങ്ങൾ കാണാം. ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ ഈ ആക്ഷൻ കൗൺസിൽ പദ്ധതിയിട്ടിരുന്നു. വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്, പോലീസിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഷാഫി
കുറ്റക്കാരനാണ്, ഒരു സ്വർണ്ണ കവർച്ചയിൽ ഷാഫിക്ക് പങ്കുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി എന്ന കാര്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവർ നിലവിൽ ഈ വീഡിയോ നമുക്ക് നൽകിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ എങ്കിൽ പോലും അതീവ അതിവേഗത്തിൽ ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്തുകയും ചെയ്യാം. പക്ഷേ ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ട അനിവാര്യതയുണ്ട്. ഇടവേള.